ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒഡസ്സെ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ്. പ്രൊനൗൺസിയേഷൻ തെറ്റാണെന്നാണ് തോന്നുന്നത്. ഇപ്പം ക്രിസ്റ്റഫർ നോളൻ്റെ പടമാണ്. ഞാൻ 2-3 ദിവസമായി പോയിട്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല റിവ്യൂ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോയത്. ഞാൻ മറന്നു, റിവ്യൂ ഇടാൻ മറന്നു. കഴിഞ്ഞ ഞായറാഴ്ച അല്ല, ഇന്നലെയായിരുന്നു. എനിക്ക് ഓർമ്മ പോലും ഇല്ല ഇന്ന് പോയത്. സോറി. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസമായി എന്തായാലും. അതുകൊണ്ട് പിന്നെ റിവ്യൂ ആണ് വന്നിരിക്കുന്നത്. ഐമാക്സ് ഇവിടെ കേരളത്തിൽ നല്ല 70 mm സാധനത്തിൽ ഐമാക്സ് ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കണ്ടത് നോർമൽ തിയേറ്ററിലാണ്. ബട്ട് സിനിമ അടിപൊളി സിനിമ. കാരണം ഈ ചില സിനിമയിൽ സീരീസ് ആയാലും അല്ലെങ്കിൽ ഈ അങ്ങോട്ടുള്ള ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഹോളിവുഡ് ടൈപ്പ് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇതൊന്നല്ല, അതായത് ഈ ടൈപ്പ് മൂവീസ് എന്നല്ല, ഇൻട്രസ്റ്റ് ആകുന്നതല്ല, ഏത് ടൈപ്പ് മൂവീസ് ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ ആ ഒരു സീൻ അറിയണമെങ്കിൽ ബാക്ക് അടിച്ചത് മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കാണുമ്പോൾ ബാക്കിൽ സ്കിപ്പ് അടിച്ച് നോക്കി ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഇത് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഞാൻ ഒത്തിരി കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗെയിമിൻ്റെ അടുത്തിന് എന്തായിരിക്കും എന്നുള്ളത് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെക്കാട്ടി കിട്ടിലുമാണ്. കുറേ പർട്ടിക്കുലർ ആയിട്ടുള്ള സീൻസൊക്കെ കുറേ എണ്ണമുണ്ട്. അതൊക്കെ എത്തുമ്പോഴത്തേക്കും എഴിച്ചത് കൈയടിക്കുന്നതൊക്കെ പറയില്ല, അതുപോലെയൊക്കെ ഉണ്ട്. ഞാൻ വെച്ച് ഒരു ഇതൊന്നുമില്ലല്ലോ, ബഹളമോ കൈയടി അങ്ങനെ സാധനമൊന്നുമില്ല. ഒന്നും ഈ കാണൂലെന്നാണ് വിചാരിച്ചു. പക്ഷെ ഒരു സീൻ എത്തിയപ്പോൾ അതുണ്ടായിരുന്നു. അതും സെക്കൻഡ് ഹാഫാണ്, അതാണ് വലിയ അതുകൊണ്ട് ആരും ഈ കോപ്പിയൊക്കെ ഉള്ളത് ഈ തിയേറ്ററിൽ പോയി അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ. എനിക്ക് അറിഞ്ഞൂടാ, അറിഞ്ഞില്ല, ഇങ്ങനെ സാധനങ്ങളൊന്നും കാണൂല. ഉദ്ദേശിച്ച അങ്ങനത്തെ എല്ലാം തിയേറ്ററിൽ പോയി കാണും, പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സാധനം കാണരുത്. ഇത് മസ്റ്റ് ഐമാക്സ് വാച്ചറാണ്. പക്ഷേ ഐമാക്സ് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇപ്പം മാക്സിമം നല്ല നോർമൽ തിയേറ്ററിലോ അല്ലെങ്കിൽ നോർമൽ ഐമാക്സിലോ പോയിട്ട് കാണാതിരിക്കല്ലേ. പിന്നെ ഇത് നോക്കണ്ട, മൈക്കാണ്. എനിക്ക് ഒരു സ്ഥലം ചെറുതായിട്ട് മാറ്റി ഞാൻ അപ്പോൾ അവിടെ നിന്നാണ് എടുത്തോടുന്നത്. അപ്പോൾ അവിടെ ഈ ട്രൈപ്പോഡ് അവിടെ ഇരിക്കുന്നില്ല, കുറച്ച് പ്രശ്നങ്ങളായി. അത് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ മൊത്തം സെറ്റപ്പാണ്. ഇതുകൊണ്ട് ഇപ്പോൾ നേരെ ഇരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കിയത് ഇവിടെ ഒരു സ്ഥലം, ഇവിടെ ആയിട്ട് ഇവിടെ ഇവിടെ ഒരു സ്ഥലം, ഇവിടെയാണ് ഞാൻ സെറ്റ് ചെയ്തത് ഇവിടെ. പക്ഷെ അത് ഈ ബാക്ക്ഗ്രൗണ്ട് അവിടെ വയ്ക്കാൻ പറ്റില്ല കറക്റ്റായിട്ട്. സോ മാക്സിമം കിട്ടും. മാക്സിമം അതെല്ലാവരും പോയി കാണുക തിയേറ്ററിൽ. ക്രിസ്റ്റഫർ നോളൻ്റെ പക്ക ഒരു പീക്ക് പടം തന്നെ. പീക്ക് വെച്ചാൽ പീക്കാണ്. ഉള്ള കാര്യം പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ മിസ് ചെയ്തു. പിന്നെ എന്താ കുറേ സിനിമ ഉണ്ടല്ലോ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ. കുറേ സിനിമകൾ ഞാൻ മിസ് ചെയ്തു. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഓക്കെ ചെറിയൊരു പ്രശ്നമാണ്. നല്ല ഡാർക്കായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്ത് പറ്റിയാന്തോ. ഓക്കെ ഗൈസ്, അതുകൊണ്ട് മസ്റ്റ് വാച്ചാണ് സാധനം. നിങ്ങൾ എന്തായാലും മാക്സിമം പോയി ഒന്ന് എവിടെയാണ് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. മാക്സിമം ചെയ്യാൻ നോക്കുക. പിന്നെ ഈ ഇടയ്ക്ക് എന്തോ സിനിമ ഇറങ്ങിയല്ലോ, ഏതായിരുന്നു സമന്ത സിനിമ, അത് ഞാൻ കണ്ടില്ല. അത് കാണണം, OTT ഇറങ്ങി, അത് കണ്ടിട്ട് ഞാൻ അഭിപ്രായമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കിട്ടിയ സിനിമയാണ്, നിങ്ങൾ പോയി കാണണം ഞാൻ നിർബന്ധിച്ച് പറയാൻ. അത്രയ്ക്ക് അടിപൊളി പടമാണ്. സോ എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് നോളൻ്റെ പടമാണ്. ഇൻട്രസ്റ്റെല്ലാം റിലീസ് ചെയ്തപ്പോൾ എനിക്ക് പോയി കാണാൻ പറ്റില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ റിലീസ് ആവുമെന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ പോയി കാണുക, സൂക്ഷിച്ച് കണ്ടൊക്കെ കാണുക. പിന്നെ ഇത് ഏതായിട്ടുള്ള മൂവിയാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കി കണ്ടൊക്കെ പോയി കാണുക. ഞാനൊക്കെ നമ്മൾ ഏറ്റവും ബിഗ് സ്ക്രീൻ, ഏറ്റവും നോർമൽ സ്ക്രീനിൽ, അതായത് ഐമാക്സ് അല്ലാതെ നോർമൽ തിയേറ്റേഴ്സിൽ ഏറ്റവും ബിഗ് സ്ക്രീനിലാണ് ചെന്നത് കണ്ടത്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. വെറുതെ പോയി കാണുക. കിടിലം പടമാണ്. നമുക്ക് ഒരു കോമഡി അങ്ങനെ സാധനങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചില്ല. കോമഡി അങ്ങോട്ട് തട്ടിയൊക്കെ പോകുന്നേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ മെയിൻ സാധനങ്ങളൊക്കെ നോക്കിയാൽ അറിയാം. അതായത് ഫൈറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ആണെങ്കിലോ അതൊക്കെ എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വെറുതെ വേറെ പാഴായിട്ടുള്ള സിനിമകളൊന്നും കണ്ട് പൈസ കളയാതെ നല്ല സിനിമകൾ കാണുക. പിന്നെ ഇറങ്ങിയത് അടിപൊളി സിനിമയാണെന്ന് തോന്നുന്നത്. ഞാൻ കണ്ടില്ല, പക്ഷേ അടിപൊളിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക എങ്ങനെയാണ് ആ സിനിമയെന്ന്. പിന്നെ അടിപൊളി സിനിമയാണ് ഒഡീസി. ഇറങ്ങിയിട്ട് ഇപ്പം കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. മാക്സിമം നേരത്തെ പോയി കണ്ടിട്ട് മാക്സിമം പെട്ടെന്ന് അടിപൊളിയായിട്ട് കാണാം. കാര്യം കുറച്ച് ദിവസം കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇതാവും, എന്താണ് സ്പോയിൽഡ് ആവും. നിങ്ങളെല്ലാം പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക. ബൈ, സീ യു. ഗൈസ്, ഞാനിപ്പം ഈ കാണുന്ന വീഡിയോ കാണില്ലേ, ഇത് ഞാൻ നേരത്തെ നമ്മളിപ്പോൾ ഇട്ട വീഡിയോ ഇല്ലേ, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന റിവ്യൂ, അതിന് ശേഷത്തെ വീഡിയോ ആണേ. ഞാൻ അതിൻ്റെ കൂടെ എടുക്കാൻ വിട്ടുപോയി. അപ്പം ഇത് വേറെ ഒന്നുമല്ല, ഈ സ്പോയിലറിൻ്റെ കാര്യം ഞാൻ അവസാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെറുതൊന്നുമല്ല, വലിയ സ്പോയിലർ ഒരു കാര്യം. ഈ ഒഡീസി എന്ന് പറഞ്ഞ മൂവി ഇറങ്ങി പണ്ടുള്ള മൂവിയാണ്, ഒറിജിനൽ കഥയാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ടുള്ള കഥയാണത്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ സ്പോയിലർ വരും. അപ്പോൾ നിങ്ങൾ ഇപ്പം പഴയ സിനിമ അത് നിങ്ങൾ കണ്ടാൽ മതി. പഴയ സെയിം ആണ് ഇത് ഏകദേശം.
അയ്യോ ഇതൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഇതാണ്. അതുകൊണ്ട് ഞാൻ പറയുക സെയിം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പഴയ കഥ സെയിമാണ്. ഇപ്പം പിന്നെ നിങ്ങൾ ഈ സിനിമ ക്രിസ്റ്റഫർ നോളൻ ഒരിക്കൽ പറഞ്ഞ പോലെ ഡോണ്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ജസ്റ്റ് ഫീൽ ഇറ്റ് എന്ന് പറഞ്ഞില്ലേ ഈ ഇടയ്ക്ക്, എന്തോ പറഞ്ഞു തോന്നിക്കാം അവിടെ. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഈ പഴയ കഥയെ പുതിയ കഥ അതൊന്നും നോക്കണ്ട, അത് എടുത്തു വച്ചിരിക്കുന്ന ആരാണ്, ക്രിസ്റ്റഫർ നോളൻ. അപ്പം നിങ്ങളത് കാണണം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോവുക, അത് കാണുക. ഈ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ നോക്കിയാൽ കാര്യം ചെയ്യുക, 2 ദിവസം കഴിഞ്ഞ് പോവാം. എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ സൂക്ഷിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വരികയാണെങ്കിൽ മാറ്റിയും കളയാൻ നല്ല രീതിയിൽ അത് സ്പോയിൽ ചെയ്യും. അത് നല്ല രീതിയിൽ സൂക്ഷിക്കുക. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ വളർത്താൻ വർത്തിക്കുക. ബൈ.